அண்ணன் திட்டுறாங்க. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா. அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണോ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിന് കുറെ ദിവസമായിട്ട് അന്വേഷണം നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. ഗുണശേഖരനെ കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിള. സുലാൻ വട. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കണം. ഇതുപോലെ നടന്നാ മതിയാ. സമാനോ ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ല. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോടെ പോയി. ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടിലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാനത് ചോദിക്കരുതായിരുന്നു. ഇരിക്കണ്ട. ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പനാ അതാ തേവരുടെ അപ്പൻ? എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിർത്തരമായി പോയി. എന്ത്? അതായത് സത്യേട്ടൻ ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തടാ. മിണ്ടായിരടാ ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം. ഇനിയിപ്പോ തേവർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. അതാവേദേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ.
ഞാൻ ഈ മണ്ണിൽ വന്ന് എല്ലാം നേടിയതും ഇതേ ചങ്കറുപ്പ് കൊണ്ട് തന്നെയാണ്. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തിട്ടില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എന്റെ അണ്ണാച്ചിയുടെ ഇഷ്ടം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഏ? ഈ കല്യാണം അങ്ങനെ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? ദേവാരുടെ മകളെ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ, അല്ല മകനാലോചിച്ച പെണ്ണിന് അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് ആ, നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു ഏട്ടന്തിരിപ്പ്? അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ. അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്. അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കൂല. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? ഓക്കേ? എടാ, കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല. 4 തെറി പറഞ്ഞ് അങ്ങാട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കും. വേറെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വേണേ നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെ ഒക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കെടാന്ന് വിചാരിക്കുന്ന 2 ശവങ്ങള്. അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ്. അവിടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കുകയല്ലെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഒന്ന് പോടാ. സത്യേട്ടൻ പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിന്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ. നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിൽ നീ സമ്മതിക്കുകയാണ്, എല്ലാ പ്രശ്നങ്ങളും തീരും. എന്താ മോളെ, എന്താ ഉണ്ടായേ? என்ன சொல்ற? அந்த டைமண்ட் நெக்லஸா? ഓ, ഓടാ പന്നി. എടുത്തതാരായാലും അത് തിരിച്ചു കൊടുത്തേക്കുക. ദയവ് ചെയ്ത് ഈ രാത്രിയിലെ സന്തോഷം നശിപ്പിക്കരുത്. ചേട്ടാ, അത്രക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഒറ്റ ഒരുത്തനെയും പുറത്തു വിടരുത്. എടുത്തവനേതായാലും പുറത്തു പോകാനുള്ള നേരം കിട്ടിയിട്ടില്ല. ഒരെണ്ണം പുറത്തു പോരുത്. മര്യാദക്ക് തിരിച്ചു കൊടുത്താൽ നാറാണ്ട് രക്ഷപ്പെടാം. ഡയമണ്ടാ ഡയമണ്ട്. ഒരു 10-20 പണിക്കരേട്ടാ,
എന്ത് വില വരും? ക്യാരക്ടർ ഒരു 4 ലക്ഷം വരും. എന്റെ അമ്മേ, അപ്പൊ 10-15 ലക്ഷം രൂപയുടെ മുതലാ. ദേ, ഞങ്ങളിവിടെ ഉള്ളപ്പോ വെറുതെ കളിക്കാൻ നിൽക്കരുത്. രാജാക്കണ്ണേ, മര്യാദക്ക് തിരിച്ചു വന്നേക്ക്. തരില്ലെന്നോ? മര്യാദക്ക് തിരിച്ചു കൊടുത്താ തല്ലുകൊള്ളാതെ നിനക്ക് രക്ഷപ്പെടാം. ഓ, ഈ റൈമണ്ടിന്റെ നക്സലൈറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ എടുക്കുന്നത്? നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. എന്നാ ഇവനൊന്ന് വിഴുങ്ങിക്കാണും. വിഴുങ്ങിന്ന തൊമ്മനെങ്കിൽ അത്ര സംശയമാണെങ്കിൽ നാളെ പറമ്പില് നമുക്ക് ഒരുമിച്ച് വിലക്കിരിക്കാം. എനിക്കൊരു കമ്പനി ആവുമല്ലോ. വൃത്തികെട്ടവൻ. അപ്പൊ പിന്നെ വിഴുങ്ങിന്ന് പറയരുത്. സത്യം സത്യമായി പറയുന്നവനായി ഈ രാജാക്കന്ന് വിഴുങ്ങിയിട്ടുണ്ട് പലതും പലവട്ടം. ഇവിടെ കണക്കെഴുത്ത് പിള്ളയായിരുന്നപ്പോൾ തേങ്ങയുടെ കണക്കിൽ മാസം 50 തേങ്ങ വെച്ച് ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. ഐ അപ്രിസിയേറ്റ് യു. പൂങ്കാവനത്തിന് കഴിക്കാൻ വെച്ചിരുന്ന ചവനപ്രാശം ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്. എനിക്കതൊരു മനപ്രയാസമില്ല കുട്ടി. തേവർക്ക് കഴിക്കാൻ വെച്ചിരുന്ന വെള്ളലുവി ഞാൻ വിഴുങ്ങിയിട്ടുണ്ട്, തൊണ്ട കെട്ടിട്ടുണ്ട്. അതൊക്കെ ഞാൻ ക്ഷമിക്കുന്നു. പക്ഷേ ഈ റൈമണ്ട് നെക്സ്റ്റ് ഞാൻ വിഴുങ്ങിയിട്ടില്ല. നിന്റെ പോക്കറ്റ് എന്താ മുഴച്ചിരിക്കുന്നത്? ഒന്നുമില്ല. നോക്കട്ടെ. ഗുളികയാണ്. എന്തിന്റെ? പ്രമേഹത്തിന്റെ. ഇത് ആഹാരത്തിന് മുമ്പും ഇത് പിമ്പും. ജിലേബിയാ. എന്നാ പിന്നെ എല്ലാവരെയും ഇനി പരിശോധിച്ചേ പറ്റൂ. അതെ, ആരും കുറ്റം സംഭവിക്കാത്ത നിലയ്ക്ക് എല്ലാരും പരിശോധിച്ചിട്ട് വിട്ടാ മതി. അത് ഞങ്ങൾ തന്നെ ആയിക്കോട്ടെ. അത് വേണ്ട, ജോലിക്കാരെ മാത്രം മതി. മാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാറിയുന്നുള്ളൂ. എന്നാലും ജോലിക്കാർ കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ളവർ ഞങ്ങളാ. നോക്കുമ്പോ എല്ലാരെയും നോക്കണം. ഞങ്ങൾക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ല. ഉള്ളിന്റെ ഉള്ളിൽ പോലും ഒരു സംശയത്തിന് ഇടയുണ്ടാകരുത്. അതുകൊണ്ടാണ്. അതെ, പന്തി പക്ഷാഭേദം പാടില്ലെന്ന് എല്ലാരും നോക്കണം. ദേ, ഞാൻ തന്നെ തുടങ്ങാം. ദേ കണ്ടോ, എന്റെ പോക്കറ്റിലൊന്നുമില്ല. ദേ കണ്ടോ, ഒന്നുമില്ല. ദേ, ഇവന്റെ പോക്കറ്റിൽ. ദേ കണ്ടോ, ദേ ഒന്നുമില്ല. കണ്ടോ, ദേ ദേ ഇതേ ഇവന്റെ പോക്കറ്റില്. ഇതെങ്ങനെ എന്റെ പോക്കറ്റില്? ഞാനല്ല. അപ്പ സത്യമായിട്ട് ശിവ, ഇതാരും മനഃപൂർവ്വം. അപ്പനാണ്, ഞാനല്ല. മോളെന്താ പേടിച്ചു പോയോ? നല്ലൊരു ദിവസമായിട്ട് പാട്ടും കൂത്തും മാത്രം മതിയോ? അല്പം തമാശയൊക്കെ വേണ്ടേ? ഞാൻ തന്നെയാ ഇത് ചെയ്ത്. മാപ്പിളയാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇരുട്ടിൽ ആള് മാറിപ്പോയി. ബെസ്റ്റ് കോമഡി. ദേവാരയ്യ ഇത്രയും വലിയ തമാശക്കാരനാണ് ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. അല്ലേപ്പാ? പിന്നല്ലാതെ. എന്നാലും എന്റെ പൊന്നുബന്ധുക്കാരാ, ഇതൊരുമാതിരി ചങ്കി തീ കോരിയിടുന്ന തമാശയായി പോയി. ഇനി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിക്കോളൂ. കോമഡി ടൈം കഴിഞ്ഞു, ഇനി ഫുഡ് ടൈം. ശിവ, വരൂ, അല്പം സംസാരിക്കാം. മക്കളെ നിങ്ങൾ പോയി ഭക്ഷണം കഴിച്ചോളൂ. വരൂ. ഞങ്ങൾ തമ്മി പലതവണ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, തല്ലും കൂടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് തീരും. ഇതിപ്പോ ഞാനും അപ്പനും കൂടെ ചെന്ന് വിളിച്ചിട്ട് വരാൻ കൂട്ടാക്കാനല്ല അവൻ. വീട്ടിൽ പോലും കയറാതെ പിണങ്ങി കിടക്കാണ് പന്നി. കുടിച്ച് ശീലമില്ലാത്തവര് അധികം കുടിക്കാൻ നിൽക്കണ്ട. ശിവേട്ടന് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മതി. അതും കൂടി ഞാൻ കുടിച്ചോളാം. എല്ലാം മനസ്സിന് കളിയുന്നേ. അവൻ എത്ര ദിവസം ഇങ്ങനെ പിണങ്ങി നടക്കുന്നൊന്ന് കാണണമല്ല. അവന് പറ്റുകയല്ലടാ, അവനൊരു പാവമാണ്. ഞാനെന്ന് വെച്ചാൽ അവന് ജീവനാണ്. നിനക്കറിയാം, പണ്ട് അനാഥാലയത്തിൽ വെച്ച് എന്നെ കെട്ടിയിട്ട് തല്ലിയ വാടനെ കറിപ്പിച്ചാത്തി കുത്തിയവനവൻ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരുമിച്ച് ചാടി. അന്ന് മുതൽ ഇന്ന് വരെ ഒരുമിച്ച എല്ലാ കാര്യത്തിനും. പക്ഷെ ഇപ്പൊ പിന്നെന്താ ഇങ്ങനെ? സത്യേട്ടന് ആരോ ചതിച്ചു എന്ന് പറഞ്ഞത് നേരാ. അതാ ഇത്രക്ക് ദണ്ണം. എടാ, അവിടെ ഞങ്ങളോട് അത്രയ്ക്ക് ശത്രുതയുള്ളവരാരാ? അങ്ങനെ ചോദിച്ച ഒരുപാട് പേരുണ്ട്. ശിവേട്ടൻ ബലമായി പിടിച്ചുകൊണ്ടുവന്ന് താലി കെട്ടിയ പൂങ്കാവനത്തിന് വേണമെങ്കിൽ ശത്രുത ഉണ്ടാവാം. അന്യനാട്ടിൽ നിന്ന് വന്ന വരുത്തന്മാര് തേവരെ തോപ്പിച്ച് തേവർക്ക് ശത്രുത ഉണ്ടാവാം. പണ്ട് മുതൽ പൂങ്കാവനത്തെ കെട്ടണമെന്ന് വാശി പിടിച്ചു കിടന്ന കാളിയപ്പന് ശത്രുത ഉണ്ടാവാം. അതൊക്കെ പോട്ടെ, ഒരടിമയെ പോലെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്ന രാജാക്കണ്ണിന്, അതായത് എനിക്ക് ശത്രുത ഉണ്ടാവാം.
അയ്യോ ഞാനല്ല, ഞാനൊരു ഉദാഹരണത്തിന് പര്യായം പറഞ്ഞതേ ഉള്ളൂ.